ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജിക്കൽ വേരിയൻ്റ് പാമ്പ്ളാനി പിതാവിൻ്റെ വാഗ്ദാനമാണോ? ഇതെൻ്റെ വെറുമൊരു സംശയമാണ്. കഴിഞ്ഞ ഞായറാഴ്ച 2025 ഓഗസ്റ്റ് 31 ചേർത്തല മുട്ടത്തിപ്പറമ്പ് പള്ളിയുടെ കൂദാശകർമ്മം നടത്തിയ പാമ്പ്ളാനി പിതാവിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു തോന്നലാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ തോന്നൽ വായന ശരിയാകണമെന്നില്ല, എങ്കിലും ഒരു സംശയം, ഒരു സന്ദേഹം എനിക്കുണ്ട് ആ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ. ഞാൻ വികാരിയച്ഛൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ ഇവിടെ പറയാം. അത് കഴിഞ്ഞ് അതിലൊരു 4 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണവും ഞാൻ സൂചിപ്പിക്കാം. ആദ്യമേ പറയട്ടെ, വികാരിയച്ഛൻ വളരെ സുന്ദരനും സുമുഖനും പിന്നെ വളരെ പ്രസാദവാനായിട്ടാണ് ഈ കൃതജ്ഞതാ പ്രസംഗം പറയുന്നത്. ഒരു പ്രസംഗം പറയുന്ന രീതിയിലല്ല, സ്വന്തം ഇടവകക്കാരോട്, സ്വന്തം വീട്ടുകാരോട് വിശേഷം പങ്കുവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം വളരെ ഇൻഫോർമലായി ഹൃദയത്തോട് സംസാരിക്കുന്ന മട്ടിൽ വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിട്ട് അത് തീർച്ചയായിട്ടും ഇടവകക്കാർക്ക് അനുഭവപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രസാദാത്മകത വളരെ ഗംഭീരമായിരിക്കുന്നുവെന്ന് വികാരിയച്ഛനെയും ഇടവകക്കാരെയും അറിയിക്കട്ടെ. ഇനി ഞാൻ വികാരിയച്ഛൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ പറയുകയാണ്. വികാരിയച്ഛൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലെ ചില സൂചനകൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വികാരിയച്ഛൻ്റെ വാക്കുകൾ. ഇന്ന് ഇവിടെ ജനാഭിമുഖ കുർബാന നടക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒത്തിരിയേറെ വൈദികർ ഇങ്ങോട്ട് വരാനായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി അനുവദിച്ച് കിട്ടാൻ വേണ്ടി എത്രയോ നാളുകളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനും അത് കൃത്യമായി അറിയാം. പിതാവ് ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവ് ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമായിരിക്കും. അത്രയേറെ ആഴത്തിലുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. നീണ്ടു നിൽക്കുന്ന പ്രശ്നമായി ഇത് നിലനിൽക്കുമ്പോഴും നമ്മുടെ എല്ലാ അച്ഛന്മാരും കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്നോട് ഒത്തിരിയേറെ അച്ഛന്മാർ പറഞ്ഞു, അൽമായ മുന്നേറ്റക്കാരും മറ്റുള്ളവരും പറഞ്ഞു, പിതാവ് ഇവിടെ വരുമ്പോൾ കുർബാനയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുർബാനയിൽ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന്. അവർ പക്ഷേ മുട്ടത്തിപ്പറമ്പുകാരോടുള്ള സ്നേഹം കാരണം അത് വേണ്ട എന്ന് വെച്ചതാണ്. തീർച്ചയായും ഞാൻ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് പിതാവ് ഇവിടെ വരുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നതും പിതാവ് ഇവിടെ വന്ന് ഏത് കുർബാന ചൊല്ലിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വളരെയധികം ശാഠ്യം പിടിക്കുന്ന മനുഷ്യനാണ്. ഇവിടെയുള്ള മനുഷ്യർക്കെല്ലാം അതറിയാം. ചെറിയ കാര്യങ്ങൾക്ക് വരെ ശാഠ്യം പിടിക്കുന്ന മനുഷ്യനാണ്. ഇതുപോലെ ഞാൻ പിതാവിനോടും ശാഠ്യം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ജനാഭിമുഖ കുർബാനയെ ചൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് പിതാവ് അതെല്ലാം മറന്ന് ഇവിടെ വന്ന് ഈ പള്ളി വെഞ്ചരിക്കാൻ മനസ്സ് കാണിച്ചതിൻ്റെ പേരിൽ എല്ലാ തരത്തിലുള്ള സ്നേഹം പിതാവിനെ അറിയിക്കുകയാണ്. ഇവിടെ വന്നതിന്, പള്ളി വെഞ്ചരിച്ചതിന് ഞങ്ങളുടെ സ്നേഹം പിതാവ് മനസ്സിലാക്കണം. ലിറ്റർജിക്കൽ വേരിയൻ്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ച് കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം. ഞാൻ കരയിൽ പിതാവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിതാവേ, കുരിശെടുക്കാൻ തുടങ്ങുകയാണ്. സത്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ കുരിശന് നമുക്ക് അനുഭവിക്കാൻ അത് വലിയൊരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ കുരിശാണ് എന്ന ചിന്തയോടെ അത് ഏറ്റെടുക്കാൻ പറ്റും. പിതാവ് അതൊക്കെ ഏറ്റെടുത്തു. ഇന്ന് പിതാവ് ആ കുരിശെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും പിതാക്കന്മാരെല്ലാവരും ആ പിതാവിനെ വലിയ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ കരിയിൽ പിതാവിനെ പോലെ പാമ്പ്ളാനി പിതാവും ഈയൊരു സത്യത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും നേരെ നിന്നുള്ള കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്ന അനുഭവമുള്ള മനുഷ്യരായി തീരണമെന്ന ആഗ്രഹത്തോടെ വരണമെന്ന കാര്യം പ്രത്യേകമായി പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പിതാവ് വാദിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വരാൻ പറ്റാതിരുന്ന വൈദികരോട് ക്ഷമ ചോദിക്കുന്നു.
ദൈവജനത്തിന് വേണ്ടിയാണ് ഞാൻ അവരെ ഒറ്റക്കൊടുത്തത് എന്ന കാര്യം കൂടി പറയട്ടെ. അവർക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ വൈദികരുടെ ഒരു വലിയ ഗണം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇത്രയുമാണ് വികാരിയച്ഛൻ്റെ വാക്കുകൾ. ഈ വാക്കുകളിലെല്ലാം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ചില സൂചനകൾ, ചില ദുസ്സൂചനകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എൻ്റെ തോന്നലുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്നാമത്തെ തോന്നൽ, നമ്മുടെ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി അനുവദിച്ച് കിട്ടാൻ എത്രയോ നാളുകളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനും അത് കൃത്യമായി അറിയാം. പിതാവ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമാനിക്കും. അത്രയേറെ ആഴത്തിലുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. വികാരത്തിൽ ഇത് പറയുമ്പോൾ, ഈ വാക്കുകൾ പറയുമ്പോൾ പാമ്പളാനി പിതാവ് ചെറു പുഞ്ചിരിയോടെ തലയാട്ടുന്നുണ്ട്. ഇത് നടക്കില്ല എന്നാണോ ആ തലയാട്ടലിൻ്റെ അർത്ഥം എന്ന് അറിഞ്ഞുകൂടാ. അതോ ഇതൊക്കെ ഞാൻ നടത്തിത്തരും, സമയമാകട്ടെ എന്നൊരു സമ്മതമാണോ ആ തലയാട്ടലിൻ്റെ, ചെറു പുഞ്ചിരിയോടുള്ള തലയാട്ടലിൻ്റെ അർത്ഥമെന്ന് വേർതിരിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. ഇത് നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും പാമ്പളാനി പിതാവ് തങ്ങളുടെ ആളാണെന്ന ഒരു ധ്വനി വികാരിച്ചൻ്റെ വാക്കുകളിലുണ്ട്. വിമത വൈദികരും മുന്നേറ്റക്കാരും തമ്മിലുള്ള ഒരു അന്തർധാരയാണോ ഈ വാക്കുകളിലെ ധ്വനി? ലിറ്റർജിക്കൽ വേരിയൻ്റ് അനുവദിച്ച് കിട്ടണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു അടവ് നയത്തിൻ്റെ ഭാഗമാണോ ഇപ്പോൾ 3:30-ക്കുള്ള ഈ ഉച്ചയുറക്ക കുർബാന? അത് എല്ലാ പള്ളികളും നടപ്പാക്കും എന്നിവർ സമ്മതിച്ചിട്ടും കുറച്ച് പള്ളികളിൽ, പകുതിയോളം പള്ളികളിലേ ഉള്ളൂ. അവിടെ തന്നെ പലയിടത്തും നിർത്തിക്കളയുന്നു. അപ്പം ഒരു അന്തർധാര, ഒരു അടവ് നയം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ലിറ്റർജിക്കൽ വേരിയൻ്റ് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട്, അത് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് ഒരു ഏകീകൃത കുർബാന ചൊല്ലിക്കൊടുക്കുക. ഒന്നുകിൽ ആളുകൾ ഈ അസമയത്തെ കുർബാനയ്ക്ക് വരില്ല. ഒരു കേരളത്തിൻ്റെ സംസ്കൃതി അനുസരിച്ച് കുർബാനയ്ക്ക് ഒട്ടും ചേർന്നൊരു സമയമല്ല 3:30. അപ്പോൾ ആ സമയത്ത് കുർബാന വെച്ചാൽ ആളുകൾ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഏകീകൃത കുർബാന താനെ സ്വാഭാവിക മരണത്തിന് വിധേയമാകും. ഇനി കുറച്ച് ആളുകൾ, വല്ലാതെ തീക്ഷ്ണതയുള്ള ആളുകൾ വന്നാലും സാവകാശം അത് ഓരോ വൈദികർക്കും നിർത്തലാക്കാൻ പറ്റും. അതിനുള്ള കഴിവും അടവൊക്കെ നമ്മുടെ വൈദികർക്കുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ മനസ്സമടുത്ത് സഭാവിശ്വാസികൾ പിന്മാറും. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും മെത്രാന്മാരെ അവരെ സഹായിക്കാത്തത് കൊണ്ടും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുക്കേണ്ടതുണ്ട് ഓരോ സമരത്തിനും എന്നുള്ളത് കൊണ്ടും അവർക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടെങ്കിൽ, വികാരി മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടെങ്കിൽ, ഞങ്ങളുടെ മെത്രാന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിന് എന്ന് ചോദിച്ച് അവർ പിന്തിരിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന മാത്രമാകും. കുറേ നാൾ അങ്ങനെ പോകട്ടെ. അപ്പോൾ അതിന് ലിറ്റർജിക്കൽ വേരിയൻ്റായി ആ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അംഗീകരിച്ച് തരാം എന്നൊരു ധാരണയുണ്ടോ? വികാരിച്ചതിന് 2 വാക്കുകൾ കൂടി ഇവിടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ വരികൾക്കിടയിലെ വരികൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുക. അദ്ദേഹം വികാരിച്ചൻ പറയാണ്, പിതാവ് ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം തീരുമാനിക്കും. അത്രയേറെ ആഴത്തുള്ള പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം വരുമ്പോൾ പ്രശ്നം തീരുമാനിക്കും. ഇപ്പോൾ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഉണ്ടെങ്കിലും വാസ്തവത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പോലെ പ്രവർത്തിക്കുന്നത് പാമ്പളാനി പിതാവാണെന്നാണ് കരക്കമ്പി. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. അവർക്കൊരു ലിറ്റർജിക്കൽ വേരിയൻ്റ് കിട്ടാൻ ഉള്ള ഏറ്റവും നല്ലൊരു പോസിബിൾ, ഏറ്റവും സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നൊരു ധ്വനി വികാരിച്ചൻ്റെ വാക്കുകളിലുണ്ടോ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. 2, ലിറ്റർജിക്കൽ വേരിയൻ്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ച് കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം. ലിറ്റർജിക്കൽ വേരിയൻ്റായി നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അതിരൂപതയിൽ അനുവദിച്ച് കിട്ടാൻ പിതാവിനെ കൊണ്ട് ആവുന്നത് ചാവുന്നത് വരെ ശ്രമിക്കണം എന്ന് വികാരിച്ചും പറയുന്നു. അപ്പോൾ ഈ വാക്കുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് പിതാവ് ഇരിക്കലെയാണ്, പിതാവ് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ചെറിയ സംശയം,
ഇതൊരു അന്തർധാര, ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രസംഗത്തിൽ വികാരിച്ച് എങ്ങനെ സൂചിപ്പിച്ചത് എന്ന്. രണ്ടാമത്തെ ഒരു നിരീക്ഷണം, വികാരിയച്ഛൻ്റെ പ്രസംഗത്തിൽ ഉള്ള രണ്ടാമത്തെ ഒരു നിരീക്ഷണം പറയട്ടെ. നീണ്ടു നിൽക്കുന്ന പ്രശ്നമായി ഇത് നിലനിൽക്കുമ്പോഴും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മളെല്ലാ അച്ഛന്മാരും കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്നോട് ഒത്തിരിയേറെ അച്ഛന്മാർ പറഞ്ഞു, അൽമായ മുന്നേറ്റക്കാരും പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു, പിതാവ് ഇവിടെ വരുമ്പോൾ കുർബാനയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുർബാനയിൽ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന്. ഇത് പാമ്പളാനി പിതാവ് കേട്ട് കഴിഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാന്മാരും കേൾക്കേണ്ടതാണ്. ഇത്ര നാളും അവർ കുർബാനയെ അവഹേളിച്ചു, ഇനിയും അവഹേളിക്കും, കുർബാന തടസ്സപ്പെടുത്തുമെന്നാണ് പറയണേ. കുർബാന തടസ്സപ്പെടുത്തുമെന്ന്. ഇവിടെ പിതാവ് വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ആ വാക്ക് തന്നെ അല്ലേ, അതേക്കുറിച്ച് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം. തിരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കും, കുർബാനയിൽ തടസ്സം സൃഷ്ടിക്കും. എന്തുമാത്രം കുർബാനയിൽ അവർ തടസ്സം സൃഷ്ടിച്ച് കഴിഞ്ഞു, എന്തുമാത്രം ദൈവനിന്ദ നടത്തി കഴിഞ്ഞു, എന്തുമാത്രം പരമപരിചിത കുർബാന അവഹേളിച്ച് കഴിഞ്ഞു. ഇനിയും കുർബാനയിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് പിതാവ് ഇരിക്കലെയാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും മകുടവും പരകോടിയുമാണ് എന്നൊക്കെ സർക്കുലറിലും മറ്റും എഴുതി വെച്ചിട്ട് കുർബാന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പരകോടിയും മകുടവും കിരീടവുമാണെന്നൊക്കെ എഴുതി വെക്കും, ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ്. എന്നിട്ട് ആ കുർബാനയിൽ പരമപരിശുദ്ധ കുർബാന തടസ്സം സൃഷ്ടിക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇത് മെത്രാന്മാർ പാമ്പളാനി പിതാവ് കേട്ടു, മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാന്മാരും കേൾക്കണം. ഇതിന് ഇങ്ങനെ അപ്പോൾ ഇത് നിങ്ങളൊരു നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ ഇവർ കുർബാനയെ പിന്നെയും അവഹേളിച്ച് പോകുന്നത്? കുർബാനയെ അവഹേളിച്ച നടപടി എടുക്കണമെന്ന് കാനോൻ നിയമത്തിലില്ലേ? ആ കാനോൻ നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ? അതോ വിശ്വാസികളെ, സഭാവിശ്വാസികളെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ കാനോൻ ലോ? ഇനി ഇതിനൊരു മറുവശമില്ലേ? ഈ പറഞ്ഞ വികാരിച്ചൻ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ തടസ്സം സൃഷ്ടിച്ചാലേ ഞങ്ങൾക്ക് ഇത് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് തരാൻ പറ്റൂ. ഉദയം പേര് ഒരു ഉദാഹരണം നോക്കൂ. ഒരു പ്രശ്നം സൃഷ്ടിച്ചു, പള്ളി അടച്ചു. ഇനി പള്ളി തുറക്കണമെങ്കിൽ അവിടെ ജനാഭിമുഖം വേണം. അതൊരു ലിറ്റർജിക്കൽ വേരിയന്റ് പോലെ അതിരൂപതയിൽ മുഴുവൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ്. ഏകീകൃത കുർബാന മുഴുവനായും നടക്കുന്ന സ്ഥലത്ത് പള്ളി പൂട്ടിയിട്ടോ അല്ലാതെയോ ജനാഭിമുഖം കൊണ്ടുവരാനുള്ള ശ്രമം. അപ്പോൾ നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കൂ, കുർബാനയ്ക്കിടയിൽ തടസ്സം സൃഷ്ടിക്കൂ. അപ്പോഴേ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഇതൊരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ച് തരാൻ സാധിക്കുകയുമുള്ളൂ എന്നൊരു ധാരണ മെത്രാന്മാരും ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും തമ്മിലുണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കൂ, കുർബാനിൽ നിങ്ങൾ തടസ്സം സൃഷ്ടിക്കരുത് എന്ന് പിതാവ് മറുപടി പറഞ്ഞോ? ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുർബാനയല്ല സമരമാർഗം ആക്കേണ്ടത്, സമരമുറയാക്കേണ്ടത് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞോ? പിന്നെ ഇവിടെ പിതാവ് വന്ന് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വികാരിച്ചൻ പറഞ്ഞ നന്ദിക്ക് അമ്പളാനി പിതാവ് മറുപടി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ വെച്ച് പറയേണ്ട കാര്യമുള്ളതല്ലായിരിക്കാം, ചിലപ്പോൾ അത് പറയേണ്ടതുമായിരിക്കാം. പക്ഷേ ഞാനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേനെ. പക്ഷേ തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയുള്ള വാക്കാണ്. ജനങ്ങളെല്ലാവരും കർത്താവിനെ നോക്കി നിൽക്കുന്നു, ആ ദിശയിലാണ് ഞാനും നിൽക്കണേ, തിരിഞ്ഞു നിൽക്കുകയല്ല എന്നൊരു വാക്ക് പറയണം ശരിക്ക്. കാരണം എല്ലാവരും കർത്താവിലേക്ക് നോക്കി നിൽക്കുന്നു, ഞാൻ നിങ്ങളെ നോക്കി നിൽക്കണോ? കർത്താവിലേക്ക് നോക്കിയല്ലേ നിൽക്കേണ്ടത് എന്ന് ഒരു തിരുത്തൽ വേണ്ടതാണ്. ഇവിടെ പിതാവോട് വരുമ്പോൾ കുർബാനയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതെന്തെന്ന് വാക്കാണത്? തിരിഞ്ഞു നിൽക്കൽ. ദൈവോന്മുഖമായി നിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിയായനെ. പക്ഷെ അവർക്ക് ദൈവോന്മുഖത്തെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് തിരിഞ്ഞു നിൽക്കണമാണ്. ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നതാണ് വിമതരുടെ പ്രശ്നം, മുന്നേറ്റക്കാരുടെ പ്രശ്നം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് കുർബാനയെ സമരമുറയാക്കരുത് എന്ന് പാമ്പളാനി പിതാവ് പറഞ്ഞിട്ടില്ല, പിന്നെ കർത്താവിന് പുറം തിരിഞ്ഞു നിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കണേ എന്നൊരു വാക്ക് തിരുത്തുകയും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു അന്തർധാര ഇവർ തമ്മിൽ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. മൂന്നാമത്, അവർ പക്ഷേ, അതായത് കുർബാനയിൽ തടസ്സമുണ്ടാക്കുമെന്ന മുന്നേറ്റക്കാരും വിമത വൈദികരും പക്ഷേ മുട്ടത്തിപ്പറമ്പുകാരുടെ സ്നേഹം കാരണം അത് കുർബാനയെ തടസ്സപ്പെടുത്തുന്നത് വേണ്ട എന്ന് വെച്ചതാണ്. തീർച്ചയായും ഞാൻ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്.
നമ്മുടെ ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് കരുതുന്നത് കൊണ്ടും ആ വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ പിതാവ് വരുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നതും പിതാവ് ഇവിടെ വന്ന് ഏത് കുർബാന ചൊല്ലിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ദേവാലയം വെഞ്ചരിക്കപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിറവേറ്റിയതും. ഇപ്പോൾ ഒരു കാര്യം നോക്കിയേ, ഞാൻ ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണെന്ന് വികാരിച്ചൻ പറയുന്നു. അതേസമയം മുട്ടത്തിപ്പറമ്പുകാരുടെ സ്നേഹം നിമിത്തം ജനാഭിയ കുർബാന വേണ്ടെന്ന് വെച്ച് സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി. മെത്രാനസിനെ വിളിച്ചത് ചൊല്ലിക്കാനും തയ്യാറായി. മുന്നേറ്റക്കാരും അതുപോലെ തന്നെ വിമത വൈദികരും പ്രശ്നമുണ്ടാക്കാതെ, തടസ്സമുണ്ടാക്കാതെ പിന്മാറുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന എന്താണ്? ഏകീകൃത കുർബാന അല്ലേ? മുട്ടത്തിപ്പറമ്പുകാർ എന്താ പറഞ്ഞത്? ഇവിടെ പള്ളി വെഞ്ചരിക്കണം, പള്ളി വെഞ്ചരിക്കുന്നത് മെത്രാനെ കൊണ്ടാകണം, അല്ലാതെ അച്ഛന്മാർ വെഞ്ചരിച്ചാൽ പറ്റില്ല. മെത്രാനച്ചൻ വരികയാണെങ്കിൽ ഏകീകൃത കുർബാന വേണം. അപ്പോൾ സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ട് പള്ളി വെഞ്ചരിക്കണം, പള്ളി കൂതാശ ചെയ്യണമെന്ന് ഈ മുട്ടത്തിപ്പറമ്പുകാർ പറഞ്ഞപ്പോൾ വികാരിയച്ഛനും അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും അതിന് വിധേയപ്പെട്ടു. പ്രശ്നം വേണ്ടെന്ന് വെച്ചു. ഇത് തന്നെയല്ലേ മറ്റിടവുകളിലും വേണ്ടത്. അപ്പോൾ ജനവികാരം എന്താണ്? ഏകീകൃത കുർബാന വേണമെന്നാണ്. പള്ളി ഏതെങ്കിലും അച്ഛൻ വന്ന് വെഞ്ചരിക്കാനോ കൂതാശ ചെയ്യാനോ പാടില്ലെന്നാണ്. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. എറണാകുളത്തെ ജനങ്ങൾ പറയുന്നത് സഭയുടെ നിയമപ്രകാരം കാര്യങ്ങൾ പോകണമെന്നാണ്. സഭയുടെ നിയമം അനുസരിച്ച്, നിയമാനുസൃതം. ഇവിടെ പള്ളി വെഞ്ചരിക്കാൻ അച്ഛന്മാരെ വെഞ്ചരിച്ചാൽ ശരിയാകില്ല എന്ന് മുട്ടത്തിപ്പറമ്പുകാർ തീരുമാനമെടുത്തു. നല്ല കാര്യം. അപ്പോൾ അങ്ങനെ വെഞ്ചരിക്കാൻ വരണമെങ്കിൽ, മെത്രാൻ ഏകീകൃത കുർബാന ചൊല്ലൂ. അങ്ങനെ ചൊല്ലണം. എന്നിട്ട് അവർ അച്ഛന്മാരോട് പറഞ്ഞു കാണും, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. അൽമായ മുന്നേറ്റക്കാരോട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് തന്നെയല്ല എല്ലാ ഇടവകയിലും ചെയ്യേണ്ടത്. ദൈവജനത്തിന്റെ വികാരം എന്താണ്? സഭയുടെ കുർബാന വേണം. സഭയുടെ കുർബാന വേണം. നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോകണം. ഇതെല്ലാ ഇടവകയിലും നടക്കേണ്ട കാര്യമല്ലേ? ഇത് വിമത വൈദികർ ആലോചിക്കൂ, അൽമായ മുന്നേറ്റക്കാർ ആലോചിക്കൂ. എന്തുകൊണ്ട് മുട്ടത്തിപ്പറമ്പുകാരോട് നിങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്തു? ഇതെല്ലാ ഇടവകളും ചെയ്യേണ്ടതല്ലേ? അപ്പോൾ വീണ്ടും അതിനകത്തൊരു സൂചനയില്ലേ? ജനവികാരം, ദൈവജനത്തിന്റെ വികാരം ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമല്ല. അതല്ലേ സൂചന? ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമല്ല ദൈവജനത്തിന്റെ വികാരം. അങ്ങനെയെങ്കിൽ ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി വേണമെന്ന ആവശ്യം ഏതാനും വൈദികരുടെയും ഏതാനും മുന്നേറ്റക്കാരുടെയും മാത്രം അജണ്ടയല്ലേ? അപ്പോൾ എന്തിനാണ് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ളാനി പിതാവും ദൈവജനത്തോട് ചർച്ച ചെയ്യാതെ ഈ ഒരു ചെറിയ ശതമാനത്തോട് ചർച്ച ചെയ്യുന്നത്? അതിലൊരു ദുരൂഹതയില്ലേ? ബഹുഭൂരിപക്ഷം വരുന്ന ദൈവജനത്തിന് ഏകീകൃത കുർബാന മതി, സഭയുടെ കുർബാന മതി. സഭയുടെ നിയമം അനുസരിച്ച് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മുട്ടത്തിപ്പറമ്പുകാരെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ജനവികാരം ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലവും ജനാഭിമുഖ കുർബാനയ്ക്ക് എതിരുമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവജനത്തിന്റെ പ്രതിനിധികളുമായിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഒരു നിഗൂഢ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന വിമത വൈദികരോടും പിന്നെ മുന്നേറ്റക്കാരോടുമാണോ ചർച്ച ചെയ്യേണ്ടത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ളാനി പിതാവും? അവരങ്ങനെ അവരോട്, അതായത് ഈ ചെറിയ ശതമാനം നിഗൂഢ അജണ്ടയുമായി പോകുന്നവരോട് ചർച്ച ചെയ്യുമ്പോൾ, അവരുമായിട്ട് ഒരു സമവായം തയ്യാറാക്കുമ്പോൾ, അവരുമായിട്ട് ചില കാര്യങ്ങളിൽ സമ്മതിക്കുമ്പോൾ അതിനകത്തൊരു ദുരൂഹതയില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് ഈ ലിറ്റർജിക്കൽ വേരിയന്റ് ഇങ്ങനെ മുകളിൽ നിന്ന് കിട്ടിയ ഒരു വാഗ്ദാനത്തിന് പുറത്താണോ എന്ന് സംശയിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ വികാരിച്ചൻ്റെ വാക്കുകൾ ഞാൻ കരിയിൽ പിതാവിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പിതാവെ കുരിശെടുക്കാൻ തുടങ്ങുകയാണ്. സത്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കുരിശ് എടുക്കുന്നത് ഒരു ഭാഗ്യമാണ്. കർത്താവിന് കുരിശാണെന്ന ചിന്തയോടെ അത് ഏറ്റെടുക്കാൻ പറ്റും. പിതാവ് അതൊക്കെ ഏറ്റെടുത്തു. ഞങ്ങൾ കരിയിൽ പിതാവിനെ പോലെ പാമ്പ്ളാനി പിതാവും കുരിശ് ഏറ്റെടുക്കണം. ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പിതാവ് വാദിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, ഞങ്ങൾക്ക് ലിറ്ററിക്കൽ വേരിയന്റ്, ജനാഭിമുഖ കുർബാന ലിറ്ററിക്കൽ വേരിയന്റായി കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ദേവാലയം കൂതാശ ചെയ്യാനായിട്ട് അനുവദിച്ചത്. ഇതാണ് വികാരിച്ചൻ പറയണേ. ഇത് 3 തരത്തിലെങ്കിലും ഈ വികാരിച്ചൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പക്ഷം. 1, പാമ്പ്ളാനി പിതാവിനെ കരിയിൽ പിതാവിനാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ കുരിശെടുക്കാൻ പറയുന്നത്. പാമ്പ്ളാനി പിതാവിനെ കരിയിൽ പിതാവിനെ പോലെ ആക്കുക. എന്താണ്?
കാനൺ നിയമത്തിന് എതിരെ നിലപാടെടുത്ത് മാർപ്പാപ്പയ്ക്കെതിരെ നിലപാടെടുത്ത് രാജിവെച്ച് പോകുക. കരിയിൽ പിതാവിനെ പോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഒരു വായിച്ചെടുക്കാം. 2, പാമ്പ്ലാനി പിതാവിനോട് കൊണ്ടുവന്നത് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുമെന്ന ഉറപ്പിന്മേലാണ്. ലിറ്റർജിക്കൽ വേരിയന്റായി ജനാഭിമുഖ കുർബാന അനുവദിച്ച് തരും എന്ന ഉറപ്പിന്മേലാണ് പാമ്പ്ലാനി പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളി കൂതാ ചെയ്യാൻ അനുവദിക്കുന്നത്. 3ാമത്തെ തരത്തിലും പറയാം, നിങ്ങൾ ഈ ലിറ്റർജിക്കൽ വേരിയന്റിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കൂ, പറഞ്ഞുകൊണ്ടിരിക്കൂ, എല്ലാ വേദികളിലും വിവിധ വേദികളിൽ പറയൂ. അപ്പോൾ സാവകാശം മെത്രാന്മാരുടെ മനസ്സ് മാറാം, ഞാൻ അതിന് ശ്രമിക്കാം എന്ന് പാമ്പ്ലാനി പിതാവ് ഈ വിമത വൈദികരോട് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ആയിരിക്കാം ആണെന്നല്ല, ആയിരിക്കാം വികാരിച്ചൻ അത് പരോക്ഷമായി സൂചിപ്പിച്ചത്. ഏതായാലും ഈ മെത്രാന്മാരും വിമത വൈദികരും മുന്നേറ്റക്കാരും തമ്മിൽ എന്തോ ചില അന്തർധാരകളുണ്ടെന്ന് സംശയിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഹാഭൂരിപക്ഷം വരുന്ന ദൈവജനത്തിന്റെ വികാരം മനസ്സിലാക്കാതെ ഇവരോട് മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുമായി ഒരു ചില എഗ്രിമെന്റിൽ എത്തുകയൊക്കെ ചെയ്യുന്നത് തീർത്തും ദുരൂഹത നിറഞ്ഞ ഒരു ഇടപാട് തന്നെയാണ്. ലിറ്റർജിക്കൽ വേരിയന്റ് സാധ്യമല്ലെന്ന് റോമിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. സാധ്യമല്ലെന്ന് ആ രേഖയ്ക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണെന്നും നമുക്കറിയാം. അത് പല പ്രാവശ്യം നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് പിന്നെയും ആവശ്യപ്പെടുന്നതിൽ ദുരൂഹതയില്ലേ? അങ്ങനെ ആവശ്യപ്പെടുന്ന വേദികളിൽ പാമ്പ്ലാനി പിതാവ് ഇരുന്ന് കൊടുക്കുന്നതിലും എന്തൊക്കെയോ ഇല്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.